രാജ്യം ഭരിക്കുന്ന മോദിയും ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഭരിക്കുന്ന ആദിത്യനാഥും ആരോടൊപ്പമാണ്? ആൾദൈവമായ ഭോലെ ബാവയെ കാണാനും അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങാനും അദ്ദേഹം നടന്നുപോയ വഴികളിലെ മണ്ണെടുക്കാനും എല്ലാം ശ്രമിച്ച് തിക്കിലും തിരക്കിലും പെട്ട് 121 മനുഷ്യരാണ് മരിച്ചു വീണത്. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ പ്രതിയാക്കി, ഈ ആൾദൈവത്തെ പ്രതിയാക്കി കേസെടുക്കാൻ ഇതുവരെ ആദിത്യനാഥിൻ്റെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ വെറും സംഘാടകരാണ്. സംഘാടകരും നടത്തിപ്പുകാരുമായ 4 പേരെയാണ് 2-ാം ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനി ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്തുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയരുന്ന ചോദ്യം, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആൾദൈവമായി അവതരിച്ച ഒരു മനുഷ്യൻ, ഒരു ആൾദൈവം, അദ്ദേഹത്തിൽ അന്ധമായി വിശ്വസിച്ച വലിയൊരു ജനക്കൂട്ടം അവിടെ ഒത്തുകൂടുന്നു. ഇത് നടന്നത് ഹത്രാസിലാണ്. ഹത്രാസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു വിഷയമുണ്ട്. ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് വലിയ വിവാദമുയർന്ന ആ സ്ഥലമാണ് ഹത്രാസ്. അന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം അച്ഛനമ്മമാരെ പോലും കാണിക്കാതെ പോലീസ് തന്നെ കത്തിച്ചു കളയുകയായിരുന്നു. അന്ന് അവിടേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വഴിയിൽ തടഞ്ഞ് വലിയ വിവാദങ്ങളുണ്ടായതാണ്. അവിടേക്ക് പോയ കേരളത്തിലെ തന്നെ ഒരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പം അങ്ങനെ കുപ്രസിദ്ധി നേടിയ ഹത്രാസിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കൂട്ടമരണം. ഇതുപോലെ ഒരു ദുരന്തം ആൾദൈവത്തിനെ കാണാൻ പുറപ്പെട്ട് അവിടെ ഉണ്ടായ ഉന്തിലും തള്ളിലും പെട്ട് 121 മനുഷ്യർ, അതും 115 സ്ത്രീകളാണ്, ബാക്കി പുരുഷന്മാരും കുട്ടികളുമാണ്. അങ്ങനെ മരിച്ചുപോയ ഒരു സംഭവം ഓർമ്മയിലില്ല. രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായിട്ട് ഇന്ന് 2 ദിവസങ്ങൾ പിന്നിടുകയാണ്. എന്നിട്ടും FIR-ൽ ഈ ആൾദൈവത്തിൻ്റെ പേരുൾപ്പെടുത്താനോ അദ്ദേഹത്തെ പ്രതിയാക്കാനോ ആദിത്യനാഥ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പ്രതിയാക്കാതെ അദ്ദേഹം ഒളിവിലാണ് എന്ന് പറയുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. ഒളിവിലിരുന്നു കൊണ്ട് അദ്ദേഹം അനുശോചന സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച്, അവരെ ബന്ധുക്കളെ കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്ന ഒരു അനുശോചന സന്ദേശം. എല്ലാ കൂട്ടമരണത്തിനും കൂട്ടക്കുരുതിക്കും ഉത്തരവാദിയായ ഒരു മനുഷ്യൻ 2 പകലും 2 രാത്രിയും കഴിഞ്ഞിട്ടും ഒളിവിൽ കഴിയുന്നു എന്നത് ആദിത്യനാഥിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന UP-ക്ക് ഭൂഷണമല്ല. ഇരട്ട ഇഞ്ചിനാണല്ലോ ഭരണം. കേന്ദ്രത്തിൽ മോദിയും മറ്റ് BJP ഭരിക്കുന്ന സ്ഥലത്ത് ഇരട്ട ഇഞ്ചിൻ. അപ്പം ഇരട്ട ഇഞ്ചിൻ ഉണ്ടായിട്ടും ഇത്തരം വലിയ ദുരന്തത്തിന് ഉത്തരവാദിയായ ആൾദൈവത്തെ കണ്ടെത്താനോ കേസെടുക്കാനോ കഴിയാത്ത ഇവരാണോ മറ്റ് പ്രതിപക്ഷത്തെ, ഇന്ത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്നത്? ഇത്തരമൊരു ദുരന്തം ഉണ്ടായതിൻ്റെ ധാർമ്മികവും ഔദ്യോഗികവുമായ ഉത്തരവാദിത്വങ്ങൾ സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം 80,000 പേർക്ക് മാത്രം സമ്മേളിക്കാവുന്ന അനുമതിയാണത്രേ ബന്ധപ്പെട്ട അധികൃതർ നൽകിയത്. പക്ഷെ അവിടെ കൂടിയത് 2 ലക്ഷത്തിലേറെ ആളുകളാണ്. അപ്പോൾ 2 ലക്ഷത്തിലേറെ ആളുകൾ ഈ ആൾദൈവത്തിനെ കാണാൻ വരികയും അങ്ങനെ വന്ന ആളുകളെ തള്ളി മാറ്റാനും അവർ ഇദ്ദേഹത്തിൻ്റെ കാലടി പാടുകൾ പിന്തുടർന്ന് മണ്ണെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തള്ളി മാറ്റുകയും മറ്റും ചെയ്ത അംഗരക്ഷകർ, 10-20 കാറിൻ്റെയും 100 കണക്കിന് അംഗരക്ഷകരുടെയും അകമ്പടിയിലാണ് ഈ ആൾദൈവം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് നടപടിയെടുക്കാൻ കഷായ വസ്ത്രധാരിയായ, ആധ്യാത്മികതയിൽ വിശ്വസിക്കുന്ന, ഹിന്ദു ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ആദിത്യനാഥിനും മോദിക്കും കഴിയുന്നില്ല എന്നത്
പ്രതിഷേധാർഹവുമാണ്, ദുഃഖകരവുമാണ്. മറ്റൊന്ന്, ഈ ആൾ ദൈവത്തിൻ്റെ പൂർവാശ്രമം എന്താണ്? ഇദ്ദേഹം 1990 വരെ UP പോലീസിലെ ഒരു കോൺസ്റ്റബിളായിരുന്നു. ഒരു പോലീസുകാരൻ എത്ര രൂപം മാറിയാലും, അദ്ദേഹത്തിന് എന്ത് സിദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും, അദ്ദേഹം ഒരു ദൈവമായി മാറില്ല എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയണം. UP നിരക്ഷരരായ പാവങ്ങളായ ജനതയെ ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിൻ്റെയും മറ്റും പേരിൽ കബളിപ്പിക്കുന്ന ആൾ ദൈവങ്ങളെ എല്ലാം തന്നെ നിരീക്ഷണത്തിലാക്കുകയും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യാനാണ് ആദിത്യനാഥ് സർക്കാരിന് കഴിയേണ്ടത്. വൈകിയെങ്കിലും ആൾ ദൈവത്തിൻ്റെ പേരിൽ കേസെടുക്കാനും അദ്ദേഹത്തെ പിടികൂടാനും സർക്കാരിന് കഴിയുമെന്ന് കരുതാം.